अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना व नशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीका लहु व नशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। या अय्युहन्नास इत्तक़ुल्लाह इबादल्लाह या अय्युहल्लज़ीना आमनु इत्तक़ुल्लाह हक़्क़ तुक़ातिहि वला तमूतुन्न इल्ला व अंतुम मुस्लिमून। इन्ना अफ़्ज़लल कलामि कलामुल्लाह व खैरुल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रुल उमूरि मुहदसातुहा व कुल्लु मुहदसतिन बिदअह व कुल्लु बिदअतिन ज़लालह व ज़लालतिन फ़िन्नार। या अय्युहन्नास ऊसीकुम व इय्याया अव्वलन बितक़्वल्लाह। औज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। वमन यरग़बु अन मिल्लति इब्राहीम इल्ला मन सफ़िह नफ़्सह वलक़द इस्तफ़ैनाहु फ़िद्दुन्या व इन्नहु फ़िल आख़िरति लमिनस स्वालिहीन। सदक़ल्लाहुल अलीयुल अज़ीम। അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു കൽപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാസനകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ശരിയായ മുത്തഖികളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സകലവിധ കരുണാകടാക്ഷങ്ങളും നമ്മളിൽ രക്ഷിക്കുമാറാവും. പരിശുദ്ധ ഹജ്ജ് കഴിഞ്ഞു. വിശ്വാസികളെല്ലാവരും നാടിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനോടനുബന്ധിച്ചുള്ള പെരുന്നാളും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിർദ്ദേശിച്ചു തന്ന രണ്ടാമത്തെ പെരുന്നാളും നമ്മൾ ഈ വർഷം ആഘോഷിച്ചു കഴിഞ്ഞു. ഈ പെരുന്നാളും ഹജ്ജും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തേണ്ടത്, മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ഖുർആൻ നമ്മെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് അനുധാവനം ചെയ്യണമെന്ന് കൽപ്പിച്ച ഒരാശയമാണ്. നമ്മൾ ഹജ്ജ് ചെയ്തത് അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിച്ചതുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളിലൂടെ അതനുസരിച്ച് കൊണ്ടാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇത് നമ്മളോട് കൽപ്പിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാത പിൻപറ്റി വേണം നമ്മുടെ ഹജ്ജും പെരുന്നാളും ആഘോഷിക്കണമെന്നും അതനുഷ്ഠിക്കണമെന്നും നമ്മളോട് പ്രത്യേകം പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാശയം ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് നിർബന്ധമായി അനുഷ്ഠിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത് അനുസരിക്കേണ്ടി വരുന്നത്, ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടി വരുന്നത്? 1,00,000-ലധികം പ്രവാചകന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ 25-ലധികം പ്രവാചകന്മാരെക്കുറിച്ചും പരാമർശമുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നമ്മളോട് കൽപ്പിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനിവിടെ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹു. മില്ലത്ത് ഇബ്രാഹിമിനെ വിഡ്ഢിയല്ലാതെ ഒരാളും വെറുക്കുകയില്ല. ബുദ്ധിയുള്ള, ബോധമുള്ള, വകതിരിവുള്ള ആൾക്കാരെല്ലാം, മനുഷ്യന്മാരെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാതയെ പിൻപറ്റുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിന് കാരണം എന്താണ്? അല്ലാഹു പറയുന്നു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഈ ദുനിയാവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപമയായി മുസ്തഫ എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. എല്ലാ നബിമാരും എല്ലാ മുർസലുകളും മുസ്തഫ തന്നെയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ
നമ്മൾ അധികം ഉപയോഗിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനോട് ചേർത്തിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബീനോട് ചേർത്തുകൊണ്ടാണ് ഇസ്തഫ എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്ന് മാത്രമല്ല അള്ളാഹു തുടരുന്നു, വ ഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആഖിറത്തിലും സ്വാലിഹീങ്ങളിൽപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് നമുക്ക് പിൻപറ്റണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് കൽപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണുവാൻ പറ്റും. ഒരു വിശ്വാസിയുടെ സ്വഭാവ സംസ്കരണം തന്നിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ആത്മസംസ്കരണത്തോടു കൂടിയിട്ടാണ്. തസ്കിയത്തും തർബിയത്തും തുടങ്ങുന്നത് സ്വന്തത്തിൽ നിന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരുപാട് ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയും തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. അതിന് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണ്. അതായത് എന്തുകൊണ്ടാണ് മില്ലത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാത പിൻപറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്. കാരണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, സ്വഭാവം, അവൻ്റെ കുടുംബം, അവൻ്റെ സമൂഹം, അവൻ്റെ ദേശം, അധികാരം, ശക്തി, ഒരു മുസ്ലിമിൻ്റെ യുക്തി എന്നിവയെല്ലാം കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പിൻപറ്റുന്നത് ശരിയായ മുഅ്മിനായി മാറുവാൻ നമ്മെ സഹായിക്കുമെന്നത് കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മില്ലത്ത് ഇബ്രാഹിം എന്നതിനെ എൻ്റെ മാതൃക തന്നെ എന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓരോ ഘട്ടങ്ങളും എടുത്തു നോക്കാം. ആദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം ഈമാനിനെ മാറ്റുരച്ച് നോക്കുന്ന ആളായി പരിചയപ്പെടുത്തുന്നുണ്ട്. പല ഭാഗങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. സൂറ ബഖറ 131 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ സന്ദർഭം ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അസ്ലിം എന്ന് പറഞ്ഞു, കീഴ്വണങ്ങൂ എന്ന് പറഞ്ഞു. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി മെമ്പർ ആവുക എന്നുള്ള അർത്ഥത്തിലല്ല. സറണ്ടർ ചെയ്യുന്നവൻ, എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. കീഴ്വണങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇതാ സർവ്വലോക രക്ഷിതാവിൻ്റെ മുമ്പിൽ ഞാൻ കീഴ്വണങ്ങിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യം പറയുന്നു. അതായത് ഒരു മുസ്ലിം എങ്ങനെയുള്ളവനാവണം? സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവ്വതും സമർപ്പിക്കുന്നവനാവണം മുസ്ലിം. അങ്ങനെയുള്ള മുസ്ലിം ആവണം. അത് യാതൊരു സംശയവുമില്ലാതെ, യാതൊരു മടിയുമില്ലാതെ, ഒരു ആവലാതികളൊന്നുമില്ലാതെ അള്ളാഹു പറഞ്ഞത് അപ്പടി അതുപോലെ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറാവുന്നവനാവണം മുസ്ലിം എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ സംഭവം പരാമർശിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എത്ര ഹദീസുകൾ ഇതുമായി തന്നെ ബന്ധപ്പെട്ട് നമുക്ക് കാണാം. സൂറ ഹുജറാത്തിൽ ഇതേ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നുണ്ടല്ലോ. കുറച്ച് അറാബികൾ, ദൂരവാസികളായ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കണ്ടുകൊണ്ട് കാലത്തിൽ അറാബു ആമന്ന എന്ന് പറഞ്ഞു. ഞങ്ങളിതാ മുഅ്മിനുകളായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, മുഅ്മിനുകളായി എന്ന് പറയണ്ട, അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞാൽ മതി. കാരണം ഈമാൻ ഉള്ളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല എന്ന് സൂറ ഹുജറാത്തിൽ പറയുന്നുണ്ട്. അതുപോലെ വേറെയും ഒരുപാട് ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണാം. ഞാൻ പറഞ്ഞത് ഈ സാമ്യതകൾ നിങ്ങൾ നോക്കൂ. ആദ്യം വ്യക്തിത്വ സംസ്കരണമാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതുതന്നെയാണ് നമുക്ക് ആദ്യം കാണിച്ചു തരുന്നത്. അതല്ലാതെ തന്നെ സൂറത്തുൽ അൻആമിൽ 76 മുതൽ 79 വരെയുള്ള ആയത്തുകളിൽ ഈമാൻ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്ന് വിശദീകരിക്കുന്നത് കാണാം. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചില ഉദാഹരണങ്ങളിലൂടെ തൻ്റെ മുമ്പിൽ കാണുന്ന അല്ലെങ്കിൽ അന്നത്തെ ജനങ്ങൾ ആരാധിക്കുന്ന ചില വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മൂഢത വ്യക്തമാക്കുന്ന തരത്തിൽ ഒരു ചിത്രീകരണം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ വിശദീകരിച്ച് കാണിച്ചു തരുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം കൗക്കബിനെ, നക്ഷത്രത്തെ കാണുന്നു. അപ്പോൾ പറയുന്നു, ഇതാണ് എൻ്റെ റബ്ബ്. പിന്നീട് നക്ഷത്രം മായുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ലാ യുഹിബ്ബുൽ ആഫിലീൻ, ഈ മാഞ്ഞു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുകയില്ല.
കാരണം അങ്ങനെയുള്ള ഒരാൾക്ക് എൻ്റെ ദൈവമാവാൻ, എൻ്റെ റബ്ബാവാൻ കഴിയുകയില്ല. പിന്നീട് ചന്ദ്രനെ കാണിക്കുന്നത് കാണാം. അപ്പോൾ അതും പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, എന്നാൽ ലോകം മുഴുവൻ പ്രകാശം കാണിക്കുന്ന ഈ ചന്ദ്രനുണ്ടല്ലോ, അതും എൻ്റെ റബ്ബാവാം. അപ്പോൾ ചന്ദ്രൻ മായുകയും ചെയ്യുന്നു. സമയമാകുമ്പോൾ ചന്ദ്രൻ മായുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, യാ ഖൗമി ഇന്നി ബരീഉ മിമ്മാ തുശ്രികൂൻ. ഇങ്ങനെ മായുന്ന ഇതിനോട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ ബരി ആണ്, ഞാൻ നിരപരാധിയാണ്, ഞാൻ മാറി നിൽക്കുന്നവനാണ്. അങ്ങനെയുള്ള ചന്ദ്രനെ എനിക്ക് ആരാധിക്കാൻ കഴിയുകയില്ല. പിന്നീട് സൂര്യനെയും ഇതുപോലെ തന്നെ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ മാഞ്ഞു പോകുന്നതിന്, ഇങ്ങനെയുള്ളതിനെ എനിക്ക് ഇലാഹാക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ദുആൽ ഇഫ്തിതാഹിൽ കൈകെട്ടിയതിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നതായ സൂറത്ത് തന്നെ ആമിൽ വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ എൻ്റെ മുഖം ഈ ആകാശങ്ങളും ഈ ഭൂമിയുമെല്ലാം സൃഷ്ടിച്ചവനിലേക്ക് മാത്രം തിരിക്കുന്നവനാണ്, ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല. അതായത് വിശ്വാസം എന്നത് ഊട്ടി ഉറപ്പിക്കേണ്ടതാണ്, അത് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിവ് സഹിതം മനസ്സിലാക്കേണ്ടതാണ്. ഒരു വിശ്വാസി യുക്തി ഉപയോഗിക്കുന്നവനാണ്. ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസം തന്നെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം വിശ്വാസിയാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർത്തമാനത്തിലൂടെ, ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസി ഞാൻ എന്തുകൊണ്ട് മുസ്ലിമായി എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ആര് എന്നുള്ള വകതിരിവ് നമുക്കുണ്ടാവണം. അപ്പോൾ മാത്രമേ ആ ശക്തി പറഞ്ഞ നിയമങ്ങൾ നമുക്ക് പാലിക്കാൻ കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ നമ്മുടെ ജീവിതവും ഒരു അങ്കലാപ്പിലായി മാറുമെന്നാണ്. ആ അങ്കലാപ്പിനെ, സംശയത്തെ മാറ്റി ദൃഢമായ വിശ്വാസമുള്ള ഒരാളായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാറുന്ന ഒരു ചിത്രീകരണമാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ വിശ്വാസം എന്നത് ഊട്ടി ഉറപ്പിക്കേണ്ടതാണ്, ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ ഷിർക്കുമായി ബന്ധപ്പെട്ട, ആദ്യം വിശ്വാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഷിർക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തോടും എനിക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല, ഒരു ദാക്ഷിണ്യവുമില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതായി ഖുർആൻ പരാമർശിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഫർദ് സുന്നത്ത് നമസ്കാരങ്ങളിലെല്ലാം നമ്മൾ ദുആൽ ഇഫ്തിതാഹ് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റുന്നു എന്നാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനകൾ അത് നിരന്തരം വർക്ക് ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാവേണ്ടത്. അത്രത്തോളം ബന്ധം. അതുകൊണ്ടാണ് മില്ലത്ത് ഇബ്രാഹിം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതായി മാറുന്നതെന്ന് നമുക്ക് ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കലും ഷിർക്കിനോട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ചെയ്യുന്നവനായിരുന്നില്ല. ഇന്ന ഇബ്രാഹിം അക്കാന ഉമ്മത്തൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ഉമ്മത്തായിരുന്നു. സൂറത്ത് നഹലിലെ 120-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരൊറ്റ പ്രസ്ഥാനമായി, ഒരു സമൂഹമായി, ഒറ്റയാൾ പ്രസ്ഥാനമായി ജീവിച്ച ആൾ, ഒരുപാട് വെല്ലുവിളികളെ, ഒരുപാട് പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് നേരിട്ട ആൾ, ഖാനിത്തൻ ലില്ലാ, അള്ളാഹുവിനോട് തൃപ്തി കാണിച്ചുകൊണ്ട്, ഹനീഫൻ, ചൊവ്വായ വഴിയിൽ നിന്നുകൊണ്ട്, വമൻ യകു മിനൽ മുശ്രിക്കീൻ, അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല. ഒരു നിമിഷം പോലും ഷിർക്കുമായി ബന്ധപ്പെട്ട യാതൊരു ഇടപാടുകളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് സ്വയം പ്രതിജ്ഞ എടുത്ത ഒരാളായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആലോചിച്ച് നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് തന്നെ പറയുന്നുണ്ട്. സൂറത്ത് അൻആമിലെ 14-ാമത്തെ ആയത്തിൽ ഖാല ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലം വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഞാൻ ആദ്യത്തെ മുസ്ലിം ആവുവാൻ എന്നോട് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾ പെടരുത്. മുസ്ലിമിൻ്റെ നേരെ വിപരീതമായിക്കൊണ്ടാണ് മുശ്രിക്കിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്കെവിടെയാണ് ഷിർക്ക് വർക്ക് ചെയ്യുന്നത്? നമ്മൾ സൃഷ്ടിപൂജ ചെയ്യാറില്ല, നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കാറില്ല, അമ്പലങ്ങളിലോ മറ്റും പോവാറില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് ഓരോ മുസ്ലിമിനും അറിയാം. പക്ഷേ എവിടെയാണ് ഷിർക്ക് വർക്ക് ചെയ്യുന്നത്? നമ്മളിൽ ഷിർക്ക് വർക്ക് ചെയ്യുന്നത് ലോകമാന്യതയിലാണ്, കപടതയിലാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഊനിൽ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. നമസ്കരിക്കുന്നവർക്ക് നാശമെന്ന് പറഞ്ഞു. കാരണം എന്താ? നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധ കാണിക്കുക, അതായത് നിയമത്തെക്കുറിച്ച് അശ്രദ്ധ കാണിക്കുക, അള്ളാഹുവിൻ്റെ ശരീഅത്തെക്കുറിച്ച് അശ്രദ്ധ കാണിക്കുക. അങ്ങനെയുള്ള നമസ്കാരക്കാരും നമ്മൾക്കിടയിലുണ്ട്. അല്ലദീനഹും യുറാഊൻ, അവർ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തിയല്ല അവരുടെ ഉദ്ദേശം. വയംനഊനൽ മാഊൻ എന്ന് മാത്രമല്ല, അങ്ങനെ നമസ്കാരക്കാർക്ക് മറ്റു ചില പ്രത്യേകതയും കൂടിയുണ്ട്. നാട്ടുകാർക്കുള്ള ഒരു ചെറിയ സഹായം പോലും ചെയ്യുകയുമില്ല, അത് തടയുകയും ചെയ്യുന്നവരാണ്. ആ തരത്തിലുള്ള മുസ്ലിം ആവുക എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ മുഴുവനും അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്ന മുസ്ലിമായി മാറുക എന്നുള്ളതാണ്. ആ ഒരു മേഖലകളിൽ, അതായത് അള്ളാഹുവിൻ്റെ തൃപ്തി എന്നത് അവന് മാത്രം കൊടുക്കുക, നാട്ടുകാരുടെ തൃപ്തിയിലേക്ക് ചേർക്കുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ഷിർക്ക് കടന്നു കൂടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഈ ലോകമാന്യതയെ അഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്ന നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പരിചയപ്പെടുത്തി കാണിക്കുന്നത്. മനിത്തഖദ ഇലാഹു ഹവാഹു, ഖുർആൻ മറ്റു ഭാഗത്ത് പറയുന്ന കാര്യം കാണാം. സ്വന്തം താല്പര്യങ്ങളെ ഇലാഹായി സ്വീകരിച്ചവർ എന്ന രീതിയിൽ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ നിയമം ഒരു ഭാഗത്തുണ്ട്, നമ്മുടെ ചില താല്പര്യങ്ങൾ ഇപ്പുറത്തുണ്ട്. നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? നമ്മുടെ താല്പര്യങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മളുടെ താല്പര്യങ്ങളെ നമ്മൾ ഇലാഹാക്കി മാറ്റുന്നു എന്നതാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഷിർക്ക് പലപ്പോഴും കടന്നു വരുന്നത് സ്വന്തം താല്പര്യങ്ങളെ പരിഗണിച്ച് അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും ശാസനകളെയും അവഗണിക്കുമ്പോഴാണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത് ഇബ്രാഹിമിൻ്റെ വിശദീകരണമാണല്ലോ നമ്മൾ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നു, ഈമാൻ എന്നത് ഉറപ്പിക്കുമ്പോൾ അതിന് തെളിവ് വേണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, വൈദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, എൻ്റെ റബ്ബേ, എനിക്ക് എങ്ങനെയാണ് ഈ മരിച്ചതിനെ വീണ്ടും ജീവിപ്പിക്കുക എന്നത് എനിക്കൊന്ന് കാണിച്ചതാ. ഏത് നബിയാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്? ഒരു നബിമാരും ഖുർആൻ പരാമർശിച്ച ഒരു പ്രവാചകന്മാരും അള്ളാഹുവിനോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കാൻ ധൈര്യം കാണിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഖാല അവലം തുഅ്മിൻ, നീ എന്നിൽ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ ഖാല ബല, അതെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, പടച്ചവനെ എൻ്റെ ഹൃദയത്തിന് ഒരു ശാന്തത ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അള്ളാഹുവിനോട് എനിക്കൊന്ന് പുനർജീവനം കാണിച്ചു തരൂ എന്ന് ചോദിക്കാൻ തയ്യാറെടുത്താണ്. അത്രയും ഈമാനുള്ള, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുവാൻ തയ്യാറുള്ള ഒരു പ്രവാചകനായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാണിക്കുന്നത്. അതായത് നമ്മൾ സ്വീകരിക്കുന്ന ഈമാനിൽ പോലും ഒരു ഉറപ്പുണ്ടാവുക, അതിലൊരു അറിവ് കൂടുതൽ വായിച്ചും പഠിച്ചും കൊണ്ട് ഹൃദയത്തിന് ശാന്തി വരുത്തുക, അതൃപ്തമായ ഈമാനോടുകൂടി ജീവിക്കാൻ നമ്മൾ ശീലിക്കുക എന്നതാണ് ഈ ഒരു ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ദാഖ തഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈമാൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നത് മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവനാണ്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവനാണ്. വബി മുഹമ്മദിൻ റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടവനാണ്. അങ്ങനെ അറിഞ്ഞും പഠിച്ചും ബോധത്തോടും കൂടി സ്വീകരിക്കേണ്ടതാണ് ഇസ്ലാം എന്നാണ് ഈ ആയത്തുകളിലൂടെയും സംഭവങ്ങളിലൂടെയും ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ആത്മപരിവർത്തനം, സ്വയം സംസ്കരണത്തിന് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്ത മറ്റൊരു കാര്യം തൻ്റെ കുടുംബത്തിലേക്ക് തസ്കിയത്തുമായി പോയി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ ഖുർആൻ തന്നെ പറയുന്നത് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, അല്ലയോ വിശ്വാസികളെ, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കുക എന്ന് പറഞ്ഞു. അതായത് ഒരാൾ താൻ മാത്രം നന്നായാൽ പോരാ, തൻ്റെ കുടുംബവും കൂടി നന്നാവണമെന്ന് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മാതൃകയായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇബ്രാഹിം അലൈഹി സ്വലാം തൻ്റെ പിതാവിനോട്, ആസറിനോട്, സൂറത്തുൽ അൻആം 74-ാമത്തെ ആയത്തിൽ ആ സംഭവം പറയുന്നുണ്ട്. വൈദ് ഖാല ഇബ്രാഹിം ലി അബീഹി ആസർ, ഇബ്രാഹിം അലൈഹി സ്വലാം തൻ്റെ പിതാവ് ആസറിനോട്, അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫി ളലാലിൻ മുബീൻ. തൻ്റെ പിതാവിനോട്, തൻ്റെ വാപ്പയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, ഈ വിഗ്രഹങ്ങളെയൊക്കെയും ഇലാഹുകളായി തങ്ങൾ സ്വീകരിക്കുകയാണ്,
തീർച്ചയായും ഞാൻ നിന്നെയും നിങ്ങളെയും ഈ ഖൗമിനെ മുഴുവനും തികച്ചും വഴികെട്ട ഒരവസ്ഥയിലായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് തൻ്റെ വാപ്പയോട് പറയുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ സൂറത്തു മറിയമിൽ വാപ്പയുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ചർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് കാണാം. 42 മുതൽ 45 വരെയുള്ള ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഖാല ലി അബീഹി യാ അബത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ വാപ്പയെ വിളിക്കുമ്പോഴൊക്കെയും ഉപയോഗിക്കുന്ന പദമാണ് അബത്, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ എന്നാണ്. തൻ്റെ കുടുംബത്തെ, തൻ്റെ പിതാവിനെ വിമർശിക്കുമ്പോൾ പോലും വളരെ സ്നേഹപൂർവ്വം സമീപിക്കണമെന്നുള്ള പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, യാ അബത് ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എൻ്റെ പിതാവേ, പ്രിയപ്പെട്ട പിതാവേ, കേൾക്കാത്ത, കാണാൻ കഴിയാത്ത, ഒരു ഉപകാരവും താങ്കൾക്ക് ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാണ് താങ്കൾ ഇബാദത്ത് ചെയ്യുന്നത്? യാ അബത് ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക. എൻ്റെ പ്രിയപ്പെട്ട പിതാവെ, താങ്കൾക്ക് ലഭിക്കാത്ത വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഫത്തബഇനി, അതുകൊണ്ട് താങ്കൾ എന്നെ പിൻപറ്റുക. അഹ്ദിയക സിറാത്തൻ സവിയ, ശരിയായ മാർഗം എൻ്റെ വാപ്പ താങ്കൾക്ക് ഞാൻ കാണിച്ചു തരാം. യാ അബത് ലാ തഅബുദു ഷൈത്താൻ, വീണ്ടും പറയുന്നു എൻ്റെ പൊന്നു വാപ്പ, ഷെയ്ത്താനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, പിൻപറ്റരുത്, അനുസരിക്കരുത്. ഇന്ന ഷെയ്ത്താന കാന ലിറഹ്മാൻ അസിയ, കാരണം ഈ ഷെയ്ത്താൻ റഹ്മാനായ പടച്ച തമ്പുരാനോട് ധിക്കാരം പ്രവർത്തിച്ചവനാണ്. യാ അബത് ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, എൻ്റെ പൊന്നു വാപ്പ, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന്, കരുണാമയനായ അള്ളാഹുവിൽ നിന്ന് വലിയ ശിക്ഷ ലഭിക്കുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. ഫതക്കൂന ലി ഷെയ്ത്താന് വലിയ, അങ്ങനെ ഷെയ്ത്താൻ്റെ വലിയായി മാറും, കൂട്ടുകാരനായി മാറും എന്നും ഞാൻ ഭയക്കുന്നുണ്ട് എന്നിങ്ങനെ വിശദമായി പറയുന്നുണ്ട്. അതിനുശേഷം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വാപ്പ തിരിച്ച് ചോദിക്കുന്നത്, കാല റായിബൻ അൻദാൻ ആലിഹത്തി യാ ഇബ്രാഹിം, ഞാൻ ആരാധിക്കുന്ന ഈ ഇലാഹുകളിൽ നിന്ന് മാറി നിൽക്കാനാണോ നീ എന്നോട് പറയുന്നത്? ലൈല്ലം തന്തഹി, നീ ഇതൊക്കെയും അവസാനിപ്പിച്ചില്ല എങ്കിൽ ല അർജുമന്നക വഹ്ജുർനി മലിയ, ഞാൻ നിന്നെ കല്ലെടുത്ത് തന്നെ വലിച്ചെറിയും, എന്നിൽ നിന്ന് പോവും എന്ന രീതിയിൽ വളരെ ക്രൂദ്ധമായി തന്നെ പരുഷമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വാപ്പ ആസർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയുന്നത് കാണാം. അപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് എന്താണ്? ഖാല സലാമുൻ അലൈക്, അള്ളാഹുവിൻ്റെ ശാന്തി നിങ്ങൾക്കുണ്ടാവട്ടെ. അസ്തഗ്ഫിറുലക റബ്ബി, ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ഇതേ സംഭവം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും കാണാം. സൂറ ലുഖ്മാൻ അത് പറയുന്നുണ്ടല്ലോ. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ഷിർക്ക് ചെയ്യുവാൻ കൽപ്പിക്കുകയാണെങ്കിൽ ഫലാ തുതിഉഹുമ, അവരെ നിങ്ങൾ അനുസരിക്കരുത്. അപ്പോൾ സാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, എന്നാൽ അവർക്ക് ദുനിയാവിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറുക. അതായത് ഇസ്ലാം വിരുദ്ധ ശക്തികളാണെങ്കിലും ഇസ്ലാമിൻ്റെ ശത്രുക്കളാണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ചിട്ടൊന്നും അംഗീകരിക്കാതെ ധിക്കാരികളായി നിൽക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും അവരോട് ദുനിയാവിൽ നല്ല രീതിയിൽ പെരുമാറുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അത് തന്നെ നമുക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലും കാണാം. അതായത് സ്വന്തത്തിൻ്റെ പരിവർത്തനത്തിനോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ പരിവർത്തനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രവാചകനായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. എന്ന് മാത്രമല്ല, അതിനുശേഷം നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലേക്ക് പോവുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ പ്രാർത്ഥന നടത്തുന്നത് കാണാം. ഒരു കുടുംബത്തിനോടൊപ്പമാണ് പ്രാർത്ഥന നടത്തേണ്ടത്. അല്ലെങ്കിൽ തന്നോടൊപ്പം പ്രാർത്ഥന നടത്താൻ പറ്റുന്ന മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും വളർത്തിയെടുക്കുക എന്നതിൻ്റെയും ഏറ്റവും നല്ല ഉദാഹരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്നെയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അവിടെ നമുക്കറിയാവുന്നതുപോലെ ആ ബലിയുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, അള്ളാഹു നിന്നെ അറുക്കുവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ആ മറുപടി പറയുന്നത്? ആ കുഞ്ഞു ബാലൻ അദ്ദേഹം പറയുന്നത്, ഖാല യാ അബത് ഇഫ്അൽ മാ തുഅ്മർ, എൻ്റെ പൊന്നു വാപ്പ, താങ്കളോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് താങ്കൾ ചെയ്തു കൊള്ളുക. ഇൻഷാ അല്ലാഹ് സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ, തീർച്ചയായും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് എന്നെ സാബിരീങ്ങളിൽപ്പെട്ടവനായി താങ്കൾക്ക് കാണാം. ഇങ്ങനെ അള്ള പറഞ്ഞു എന്ന് പറഞ്ഞൊരു സ്വപ്നത്തിൻ്റെ കാര്യം തൻ്റെ മകനോട് പറയുമ്പോൾ അത് അപ്പടി സ്വീകരിക്കാൻ തയ്യാറുള്ള തസ്കിയത്തും തർബിയത്തും എവിടുന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ലഭിച്ചത്? അദ്ദേഹത്തിൻ്റെ തർബിയത്തിൻ്റെ മൂലമാണ്. ഇതിന് തയ്യാറാവുന്ന, അതിന് ഒപ്പം നിൽക്കുന്ന ഹാജറയുടെ സംഭവം നമുക്കറിയാം.
ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫലസ്തീൻ ഭാഗത്തേക്ക് ദാവത്തുമായി പോകുമ്പോൾ ഹാജറയെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമയോട് ഉപേക്ഷിക്കുമ്പോൾ ഹാജർ തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് അള്ളാഹ് കൽപ്പിച്ചിട്ടാണോ എന്ന്. അപ്പോൾ അതേന്ന് പറയുമ്പോൾ എന്നാൽ കുഴപ്പമില്ല, പോയിക്കോ എന്ന് പറയുന്ന സാറ. ഈ ഈമാൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞത്, ഒരു കുടുംബം എന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെ വളർത്തിയെടുത്തു എന്ന് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതിലും നമുക്ക് മില്ലത്ത് ഇബ്രാഹിം കാണാമെന്നാണ് ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കൂടെ സമൂഹത്തിൻ്റെ, കുടുംബം കഴിഞ്ഞാൽ സമൂഹമാണല്ലോ, സമൂഹത്തിൽ കൂടുതൽ വ്യാപിച്ചിരുന്ന ഷിർക്കിനെ ഇബ്രാഹിം അലൈഹി സ്വലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെ വിഗ്രഹങ്ങളെ, പ്രധാന വിഗ്രഹങ്ങളെയൊക്കെ തച്ചുടച്ച് വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കോടാലി വെച്ചുകൊണ്ട് നാട്ടുകാർ വിളിച്ച് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് എന്താണ്? ആ വലിയ വിഗ്രഹത്തോട് ചോദിക്കുന്നുള്ളേ. അതായത് അവരുടെ ഈ ആശയമില്ലായ്മ, മൂഢതയെ, വിഡ്ഢിത്തത്തെ തെളിവുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തിരുത്തുവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തയ്യാറാവുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ തീകുണ്ടത്തിൽ എറിയപ്പെടുന്നു. തീയിൽ കുരുത്ത ഈമാനിൻ്റെ ആളായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാറുന്നു. ഇതൊക്കെയും സമൂഹത്തിൻ്റെ പരിവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദ ബലദൻ ആമിന. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ, പഠിച്ചവനെ, ഈ നാടിന് നീ ശാന്തിയുള്ള നാടാക്കി മാറ്റണമേ. വർസുഖ് അലഹു മിനസ് സമറാത്ത്, ഈ നാട്ടുകാർക്ക് ആവശ്യമായ ഫലവൃക്ഷങ്ങൾ, ഫ്രൂട്ട്സ് മുഴുവൻ നീ നൽകി അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അതേയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോകുന്ന മലക്കുകൾ സന്ദർശിക്കുമ്പോൾ കാര്യം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തർക്കിക്കുന്ന ആളായും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് യുജാദിലുന ഫി ഖൗമി ലൂത്ത്, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിനോട് മറ്റൊരു സമൂഹത്തിനെ നശിപ്പിക്കണോ എന്ന് അള്ളാഹുവിനോട് തർക്കിച്ച പ്രവാചകൻ. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. തൻ്റെയും തൻ്റെ കൂടെയുള്ള, തൻ്റെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ നന്മയ്ക്കും സുരക്ഷിതയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകൻ. ആ പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണല്ലോ സൂറ ഖുറൈശിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് തരുന്ന ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ ആമനൂ മിൻ ഖൗഫ് എന്ന് പറയുന്ന അത്വമു മിൻ ജൂ വ ആമനൂ മിൻ ഖൗഫ്. ഈ ബൈത്തിൻ്റെ പ്രത്യേകത എന്താണ്? മസ്ജിദുൽ ഹറാമിൻ്റെ പ്രത്യേകത അത് അവർക്ക് ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുന്ന, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുന്ന കഅബയുടെ നാഥൻ എന്നല്ലേ പരിചയപ്പെടുത്തുന്നത്. ജാഹിലിയ കാലത്ത് പോലും ഈ ഹറമായ മാസങ്ങളിൽ, ദുൽഖഅദ, ദുൽഹജ്ജ്, ആ മാസങ്ങളിലെല്ലാം അവിടെ രക്തം ചിന്താറുണ്ടായിരുന്നില്ല. ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, ജാഹിലിയ കാലത്ത് പോലും ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ കൊള്ളയടിക്കാറുണ്ടായിരുന്നില്ല. കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു അത്. അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലോക ജനതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായും സൂറ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്. റബ്ബസ് ഫീഹിം റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അള്ളാഹുവെ, അവർക്കിടയിൽ ഒരു റസൂലിനെ അയക്കണമേ, അവർക്ക് കിതാബ് പഠിപ്പിക്കുന്ന, അവർക്ക് വിവേകം പഠിപ്പിക്കുന്ന, അവരെ സംസ്കരിക്കുന്ന ഒരു റസൂലിനെയും കൂടി അയക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടും കൂടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യമുള്ളത് എന്നും കൂടി മനസ്സിലാക്കണം. ഈ സമൂഹത്തിൻ്റെ പരിവർത്തന ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അധികാരികളോട് തർക്കുന്നത് കാണാം. ഇന്ന അഫ്ളൽ ജിഹാദ് കലിമത്ത് ആദിലിൻ ഇൻദ സുൽത്താനിൻ ജാഇർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും മഹത്തായ ജിഹാദ് ഏതാണ്? അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിയുടെ വാക്ക് പറയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ്. നമുക്കത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലും കാണാൻ കഴിയുകയുള്ളൂ. നമ്രൂദിനോട് തർക്കിക്കുന്ന, അന്നത്തെ ചക്രവർത്തിയായ, മെസൊപ്പൊട്ടേമിയൻ ചക്രവർത്തിയായ നമ്രൂദിനോട് തർക്കിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും സൂറ ബഖറ 258 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. നമ്രൂദ് രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, നീ പറയുന്നുണ്ടല്ലോ നിൻ്റെ റബ്ബ് ഒരാളെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുമെന്ന്, എനിക്കും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ വധിക്കുകയും ഒരാളെ വെറുതെ വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്നാൽ എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്കുദിപ്പിക്കുന്നു, നിനക്കതിനെ പടിഞ്ഞാറ് ഉദിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഫബുഹിത്തല്ലദീ കഫർ, കാഫറായവൻ പരാജയപ്പെട്ടു, നാണം കുനിഞ്ഞു, തല കുനിഞ്ഞു പോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ല. അതായത് അധികാരിയുടെ മുഖത്ത് നോക്കി ദഅവത്ത് നടത്തുവാൻ, സംവാദം നടത്തുവാൻ കഴിയുന്നവനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നതാണ്.
അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തത്. അന്നത്തെ രാജാക്കന്മാരുമായി, അന്നത്തെ ഗോത്രവർഗ നേതാക്കന്മാരുമായി, അന്നത്തെ വിവിധ സമൂഹത്തിലെ അധികാരികളുമായി നേരിട്ട് സംവാദം നടത്തിയ, അതിനുവേണ്ടി ജിഹാദ് യുദ്ധം ചെയ്ത റസൂലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരണം അത് ഇബ്രാഹിം മില്ലത്തിൻ്റെ പിന്തുടർച്ചയാണ് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതുമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഒരുപാട് പങ്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ ഒരു കുട്ടിയുടെ പേര് ഇബ്രാഹിം എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഖുതുബയിൽ പോലും പറയുന്ന സ്വലാത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും കൂടി പ്രാർത്ഥിക്കുക എന്ന രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബീക്കും, എൻ്റെ വാപ്പ അബീ എന്നാണ് പരിചയപ്പെടുത്തുന്നത്, എൻ്റെ പിതാവ് എന്നാണ് പറഞ്ഞിരുന്നത്. ബാക്കിയുള്ള പ്രവാചകന്മാരെയെല്ലാം എൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ എൻ്റെ വാപ്പ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും വലിയ പങ്കുണ്ടായിരുന്നു, സ്വാധീനം ചെലുത്തിയ ഒരാളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മകളാണ് നമ്മളുടെ ഹജ്ജിലൂടെയും നമ്മുടെ പെരുന്നാളിലൂടെയും നമ്മളിപ്പോൾ ഓർത്തത്. ഈ വെറും ഓർമ്മയായി ബാക്കിയാവേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ അതെന്നും ശരിയായ മുസ്ലിമായി സ്വയം പരിവർത്തനത്തിന് വേണ്ടി ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അള്ളാഹു ഒരു കൗമിനെയും സ്വന്തം മാറാത്തിടത്തോളം കാലം മാറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. സ്വയം പരിവർത്തനത്തിന് ഉദാഹരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. സ്വന്തം കുടുംബത്തെ എങ്ങനെ സംസ്കരിക്കണം അല്ലെങ്കിൽ അവരോട് ദാവത്ത് നടത്തണം എന്നതിന് ഉദാഹരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ദേശത്തോടെ എങ്ങനെ ദാവത്ത് നടത്തണം എന്നതിന് ഉദാഹരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. അധികാരികളായ മർദ്ദകരായ അധികാരികളോട് എങ്ങനെ സംവാദം നടത്തണം എന്നതിൻ്റെയും ഉദാഹരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ഏത് ഭീഷണിയിലും അടിപതറാത്ത ഈമാനിൻ്റെ ഉടമയായി ജീവിക്കണമെന്ന് നമുക്ക് ഉദാഹരണമായി പരിശുദ്ധ ഖുർആനും കാണിച്ചു തരുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിൻ്റെ മില്ലത്ത് എന്ന് പറഞ്ഞ ഇബ്രാഹിമിൻ്റെ മില്ലത്ത് പിൻപറ്റണമെന്ന് നമ്മളോട് പ്രത്യേകം കൽപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കഥകൾക്ക് അപ്പുറം ഇത് ജീവിതത്തിൽ പാലിക്കേണ്ട, നടപ്പിലാക്കപ്പെടേണ്ട ആശയമായി പരിവർത്തിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ കടമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനത്തെയും ചിന്തകളെയും ശരിയായ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ മുസ്ലിമായി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിലെ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി ശരിയായ ഈമാനിൻ്റെ ആൾക്കാരായി ശരിയായ തഖ്വയും ഇഹ്സാനും ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് നല്ല മുഅ്മിനായി ജീവിക്കുവാനും അതേ മാർഗ്ഗത്തിൽ മരിക്കുവാനും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഹജ്ജിനെക്കുറിച്ചും മില്ലത്ത് ഇബ്രാഹിമിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമേ ഉണ്ടാവേണ്ടത് ഈ കഴിഞ്ഞ ഹജ്ജിൻ്റെ ഇടയിൽ 1000-ഓളം ഹാജിമാർ മരണപ്പെട്ടു എന്നതും കൊണ്ടാണ്. ശക്തമായ ചൂട് കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ നാടിൽ നിന്ന് പലരും ഹജ്ജിന് പോയി ഒരുപാട് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ, പ്രാർത്ഥനയിലൂടെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞ സാഹചര്യത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങിയ ഒരുപാട് വിശ്വാസികളുണ്ട്. അവരെയും നമ്മൾ ഓർക്കേണ്ടതാണ്. അവരുടെ ഓരോ നിമിഷവും ഒരുപാട് നമ്മൾ തന്നെ പ്രാർത്ഥനകൾ കൊടുത്തയച്ച് നമുക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിച്ചവരാണ് ഈ പോയവരിൽ പലരും, മരണപ്പെട്ടവരിൽ പലരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രത്യേകം സ്ഥാനം നൽകി അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പരിഹാരം നൽകി നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ച് നമുക്കെല്ലാവർക്കും നല്ല സൗഖ്യം നൽകി നല്ല വിശ്വാസികളായി നല്ല മനുഷ്യന്മാരായി ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചുറ്റുപാടും പ്രയാസം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ഒരുപാട് സത്യവിശ്വാസികളുണ്ട്, സഹോദരന്മാരുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ.
ലോകത്ത് ഫലസ്തീനികളെ പോലെ യുദ്ധത്തിൽ അധിനിവേശത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കൊലയപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശുഹദാക്കളുടെ സ്ഥാനം നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ചെറിയ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് നല്ല വിശ്വാസികളായി ജീവിക്കുവാനുള്ള വിൽ പവർ മനക്കരുത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വമിൻഹും അഹ്യാ വൽ അംവാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا. ربنا أجرنا من النار وادخل الجنة يا رب العالمين. آمين آمين برحمة رب العالمين. قم الصلاة.